നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി മലപ്പുറം മുതൂർ കൗപ്രമാറത്ത് മനയിൽ KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കാണ് നിയമനം. കുന്നംകുളം നഗരസഭയ്ക്ക് മൊബൈൽ ദ്രവമാലിന്യ സംസ്കരണ യൂണിറ്റ് വാങ്ങുന്നത് സംബന്ധിച്ച അജണ്ടയിൽ കൗൺസിൽ യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് പകുതി തുക മുൻകൂറായി നൽകുന്നത് സംബന്ധിച്ച അജണ്ട വോട്ടിനിട്ട് അംഗീകരിച്ചു. താലൂക്ക് സർവേയിൽ പുന്നയൂർകുളം ഉപ്പുങ്ങലിൽ 5.5 ഏക്കർ തണ്ണീർത്തടം കയ്യേറിയതായി കണ്ടെത്തി. ടൂറിസം പദ്ധതിക്കായി പഞ്ചായത്ത് നിശ്ചയിച്ച സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതല്ലെന്നും അളവെടുപ്പിലൂടെ തെളിഞ്ഞു. പുന്നയൂർകുളം പഞ്ചായത്തിലെ AEO നാക്കോല റോഡ് BMBC പ്രവൃത്തി ഏപ്രിൽ 30-നകം പൂർത്തീകരിക്കും. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ NK അക്ബർ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി മലപ്പുറം മുതൂർ കൗപ്രമാറത്ത് മനയിൽ KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ശനിയാഴ്ച ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ നറുക്കെടുപ്പിലാണ് KM അച്യുതൻ നമ്പൂതിരിക്ക് ശ്രീ ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയാകാനുള്ള നിയോഗം ലഭിച്ചത്. ഉച്ചപൂജ നിർവഹിച്ച മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയാണ് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് വെള്ളിക്കുടത്തിൽ നിന്നും നറുക്കെടുത്തത്. മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാട് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ച 51 പേരിൽ 44 പേർ ഹാജരായി. ഇവരിൽ നിന്നും യോഗ്യത നേടിയ 38 പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച ശേഷമാണ് നറുക്കിട്ടത്. തെരഞ്ഞെടുക്കപ്പെടുന്ന മേൽശാന്തി ക്ഷേത്രത്തിലെ ഭജനത്തിനു ശേഷം മാർച്ച് 31-ന് അടയാള ചിഹ്നമായ താക്കോൽക്കൂട്ടം ഏറ്റുവാങ്ങി പുറപ്പെടാ ശാന്തിയായി ചുമതലയേൽക്കും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പുതിയ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട അച്യുതൻ നമ്പൂതിരിക്ക് ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്ര പരിസരത്ത് വിവിധ സംഘടനകൾ ചേർന്ന് നൽകിയ സ്നേഹാദര സ്വീകരണത്തിൽ കൂട്ടായ്മ ജനറൽ സെക്രട്ടറി അനിൽ കല്ലാറ്റ്, PRO ബാലൻ വാർനാട്ട് എന്നിവർ ഉപഹാരവും പൊന്നാട സമർപ്പണവും നടത്തി. കുന്നംകുളം നഗരസഭയ്ക്ക് മൊബൈൽ ദ്രവമാലിന്യ സംസ്കരണ യൂണിറ്റ് വാങ്ങുന്നത് സംബന്ധിച്ച അജണ്ടയിൽ കൗൺസിൽ യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് പകുതി തുക മുൻകൂറായി നൽകുന്നത് സംബന്ധിച്ച അജണ്ട വോട്ടിനിട്ട് അംഗീകരിച്ചു. തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയിൽ നിന്ന് മൊബൈൽ FSTP യൂണിറ്റ് വാങ്ങുന്നതിന് GST നികുതി ഉൾപ്പെടെ 44,71,610 രൂപയുടെ പകുതി മുൻകൂറായി അനുവദിക്കുന്നതിനുള്ള അജണ്ടയാണ് ശനിയാഴ്ച ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗത്തിൽ പരിഗണിച്ചത്. പ്രസ്തുത കമ്പനിയുടെ യന്ത്രം വാങ്ങിയിട്ടുള്ള ചാലക്കുടി, കൊടുങ്ങല്ലൂർ നഗരസഭകളിൽ ഇവ തകരാറിലായതായി BJPയിലെ KK മുരളി പറഞ്ഞു. നഗരസഭയിൽ നിന്ന് മുൻപ് നേരിട്ട് സന്ദർശിച്ചത് പൊള്ളാച്ചിയിലുള്ള മറ്റൊരു കമ്പനിയാണെന്നും പുതിയ കമ്പനിയുടെ യന്ത്രത്തെപ്പറ്റി വ്യക്തമായ ധാരണയില്ലാതെ മുൻകൂറായി പണം അനുവദിക്കരുതെന്ന് കോൺഗ്രസ് അംഗങ്ങളും പറഞ്ഞു. എന്നാൽ ഭരണപക്ഷ അംഗങ്ങൾ ആരോപണങ്ങളെ തള്ളി. തുടർന്നാണ് കോൺഗ്രസിന്റെ ആവശ്യപ്രകാരം വോട്ടിനിട്ട അജണ്ട ഭൂരിപക്ഷത്തോടെ അംഗീകരിച്ചത്. കുന്നംകുളം നഗരസഭാ ബസ് സ്റ്റാൻഡിന് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അനുമതി നൽകുന്നതിനായുള്ള അജണ്ട കഴിഞ്ഞ ദിവസം നടന്ന RTA യോഗത്തിൽ പരിഗണിച്ചിട്ടില്ലെന്ന് ലബീബ് ഹസൻ ചൂണ്ടിക്കാട്ടി. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് നൽകേണ്ട റിപ്പോർട്ടും കളക്ടർക്ക് സമർപ്പിച്ചിട്ടില്ലെന്ന് ലബീബ് ഹസൻ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡ് വന്നതോടെ നഗരത്തിലെ വ്യാപാരം ആ മേഖലയിലേക്ക് കേന്ദ്രീകരിച്ചതായി കാണിച്ച് വ്യാപാരി സംഘടന നൽകിയ കേസ് നിലനിൽക്കുന്നതിനാലാണ് കാലതാമസം നേരിടുന്നതെന്നും ചേംബർ ഓഫ് കൊമേഴ്സുമായി ചർച്ച ചെയ്ത് വിഷയം ഉടൻ പരിഹരിക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു.
പുതിയ ബസ് സ്റ്റാൻഡിലെ മേൽക്കൂരകളുടെ അറ്റകുറ്റപ്പണി ഉടൻ ആരംഭിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കൗൺസിൽ യോഗത്തിന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, AS സുജീഷ്, കൗൺസിലർമാരായ ഷാജി അലിക്കൽ, ബിജു സി ബേബി, ബീന രവി, ബിനു പ്രസാദ് തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. കടവല്ലൂർ കൊള്ളഞ്ചേരി തോടിന്റെ അറ്റകുറ്റപ്പണി വീണ്ടും ആരംഭിച്ചു. കഴിഞ്ഞ വർഷം പാതിയിൽ നിർത്തിയ ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത്. തോടുകളുടെ ആഴം കൂട്ടുകയും ബണ്ടുവരമ്പ് ബലപ്പെടുത്തുകയും ചെയ്യുന്നതിന് 2 വർഷം മുമ്പ് 40 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും പണികൾ പൂർത്തിയായിരുന്നില്ല. പഞ്ചായത്തിലെ മുഴുവൻ തോടുകളും ഇത്തരത്തിൽ നവീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. തോടുകളുടെ ശോച്യാവസ്ഥ മൂലം കടവല്ലൂരിൽ നെൽകൃഷി നാശത്തിന്റെ വക്കിലായിരുന്നു. കാലങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ തോടുകൾ മണ്ണ് നിറഞ്ഞു ഒഴുക്കുനിലച്ച നിലയിലാണ്. വരൾച്ചാഭീതി നിമിത്തം പല പാടശേഖരങ്ങളും കൃഷി നേരത്തെയാക്കി. വേനലിന്റെ തുടക്കത്തിൽ തന്നെ കൊയ്ത്ത് തീർന്ന പാടശേഖരങ്ങൾ ഉണങ്ങി വരളുന്നത് ജനവാസ മേഖലകളിലെ കുളങ്ങളിലെയും കിണറുകളിലെയും വെള്ളം വേഗത്തിൽ വറ്റാൻ ഇടയാക്കി. തോടുകളുടെ ജലസംഭരണശേഷി കൂട്ടുന്നത് കൃഷിക്കു മാത്രമല്ല ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരമാകുമെന്നാണ് കർഷകരുടെ അഭിപ്രായം. താലൂക്ക് സർവേയിൽ പുന്നയൂർക്കുളം ഉപ്പുങ്ങലിൽ 5.5 ഏക്കർ തണ്ണീർത്തടം കയ്യേറിയതായി കണ്ടെത്തി. അതേസമയം ടൂറിസം പദ്ധതിക്കായി പഞ്ചായത്ത് നിശ്ചയിച്ച സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതല്ലെന്നും അളവെടുപ്പിലൂടെ തെളിഞ്ഞു. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ 6-ാം വാർഡിൽ പഞ്ചായത്ത് ടൂറിസം വികസനത്തിനായി പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയ സ്ഥലത്ത് 15 ലക്ഷം രൂപ വകയിരുത്തി നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിരുന്നു. എന്നാൽ സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതെന്ന് ആരോപിച്ച് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് താൽക്കാലികമായി പ്രവൃത്തികൾ നിർത്തിവെച്ചു. തുടർന്ന് ഭരണസമിതി തീരുമാനപ്രകാരം താലൂക്ക് ഓഫീസിൽ സർവേ നടത്തുന്നതിനാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് അധികാരികളും താലൂക്ക് സർവേയറുമെത്തി സ്ഥലപരിശോധന നടത്തി. പരാതി വ്യാജമാണെന്നും സ്ഥലം പഞ്ചായത്ത് ആസ്തിയിൽപ്പെട്ടത് തന്നെയാണെന്നും പരാതിയിൽ പറയുന്നത് പോലെ സ്വകാര്യ വ്യക്തിക്ക് സ്ഥലമില്ലെന്നും സർവേ നടത്തി ഇവരെ ബോധ്യപ്പെടുത്തി. താലൂക്ക് സർവേയറിൽ നിന്നും സർവേ നടത്തി കണ്ടെത്തിയ കയ്യേറ്റ ഭൂമിയുടെ സ്കെച്ച് കിട്ടിയാൽ തുടർ നടപടികൾ ഭരണസമിതി തീരുമാനമെടുക്കുമെന്നും നിർത്തിവെച്ച ടൂറിസം പദ്ധതി പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം സംഘടിപ്പിച്ചു. സ്നേഹതണൽ എന്ന പേരിൽ കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് ബിനു, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ ആന്റോ പോൾ, നാൻസി ആന്റണി, KT ബാലകൃഷ്ണൻ, മാഗി ജോൺസൺ, ND സജിത് കുമാർ, VP ലീല, ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NM ജോസഫ് എന്നിവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള സാന്ത്വന പരിചരണത്തിലുള്ള രോഗികളും സഹായികളും ഉൾപ്പെടെയുള്ളവരാണ് സ്നേഹസംഗമത്തിൽ പങ്കെടുത്തത്. സംഗമത്തിന്റെ ഭാഗമായി സ്നേഹാദരം കലാപരിപാടികൾ, സമ്മാനപ്പെട്ടി, സ്നേഹസന്ദേശം, സ്നേഹസമ്മാനങ്ങൾ, സ്നേഹവിരുന്ന് തുടങ്ങിയ പരിപാടികളും നടന്നു. കീടബാധ കണ്ടെത്തിയ മുതുവമ്മൽ കോൾപ്പടവിൽ ഉദ്യോഗസ്ഥ സംഘമെത്തി. നെല്ല് ഗവേഷണ കേന്ദ്ര മേധാവിയും സംഘവുമാണ് സന്ദർശനം നടത്തിയത്. വിളവെടുപ്പിന് പാകമായ നെൽകൃഷിയിൽ വ്യാപകമായി കീടബാധ കണ്ടെത്തിയ മുതുവമ്മൽ കോൾപ്പടവിൽ നിലവിലെ സാഹചര്യം നേരിട്ട് വിലയിരുത്തുന്നതിനു വേണ്ടി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്ര മേധാവി ഡോക്ടർ കാർത്തികേയനും സംഘവുമാണ് സ്ഥലം സന്ദർശിച്ചത്. ഏകദേശം 110 ഏക്കറോളം പാടശേഖരങ്ങളിലാണ് നെൽകൃഷി നടത്തിയിട്ടുള്ളത്. ഇവിടങ്ങളിലാണ് വ്യാപകമായി കീടബാധ കണ്ടെത്തിയിട്ടുള്ളത്. നെൽകൃഷിയുടെ ഉൽപാദന ചെലവ് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ കീടബാധ കർഷകരെ കടക്കെണിയിലാക്കും. കീടബാധയുടെ തോത് വർദ്ധിക്കുന്നതിന് കാരണമായത് ഉയർന്ന താപനിലയാണെന്ന് ഡോക്ടർ കാർത്തികേയൻ അഭിപ്രായപ്പെട്ടു. ഇതിനെ തുടർന്നുണ്ടായ ഉൽപാദനക്കുറവ് നികത്തുന്നതിനു വേണ്ടിയുള്ള സഹായം കൃഷിവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതിനുവേണ്ടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ആർത്താറ്റ് കൃഷി ഓഫീസർ സ്വേഗ കർഷകർക്ക് ഉറപ്പു നൽകി. മുതുവമ്മൽ കോൾപ്പടവ് പ്രസിഡന്റ് KM മജീദ്, സെക്രട്ടറി PA ഷംസുദ്ദീൻ, കമ്മിറ്റി ഭാരവാഹികൾ, കർഷകർ എന്നിവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. MLA NK അക്ബറിന്റെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചാവക്കാട് നഗരസഭ 22-ാം വാർഡിലെ BBA LP സ്കൂളിലെ പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ ടോണി CL പദ്ധതി വിശദീകരിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, സ്കൂൾ മാനേജർ KM അബ്ദുൾ ജബ്ബാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, പ്രസന്ന രണദിവെ, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിമി KO, കൗൺസിലർമാരായ MR രാധാകൃഷ്ണൻ, KC മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചത്. പുന്നിയൂർകുളം പഞ്ചായത്തിലെ AEO നാക്കോല റോഡിലെ BMBC പ്രവൃത്തി ഏപ്രിൽ 30-നകം പൂർത്തീകരിക്കും. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. AEO നാക്കോല റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പുകൾ മാറ്റുന്നതിലും KCBയുടെ കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് MLA ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത്. അടുത്ത ദിവസം തന്നെ റോഡ് റോളർ ഉപയോഗിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കുന്നതിനും ഈ മാസം 30-നകം ജലവിതരണ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് MLA കർശന നിർദ്ദേശം നൽകി. KCBയുടെ ഡെപ്പോസിറ്റ് തുക ഉപയോഗിച്ച് റിസ്റ്റോറേഷൻ നടപടികൾ പൂർത്തീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഏപ്രിൽ 30-നകം റോഡ് BMBC പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, പൊതുമരാമത്ത് വകുപ്പ് റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹരീഷ്, കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ P. രേഖ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി, വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TS മിനി, KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി, പുന്നിയൂർകുളം പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, പൊതുമരാമത്ത് വാട്ടർ അതോറിറ്റി KCB എന്നിവയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, കരാറുകാർ, ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭയിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങി. ഡിജിറ്റൽ സാക്ഷരതയും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ജോബ് സ്റ്റേഷൻ ആരംഭിച്ചത്. മുതുവട്ടൂരിലെ ബാലാമണിയമ്മ സ്മാരക മന്ദിരത്തിൽ MLA NK അക്ബർ ജോബ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈസ് ചെയർമാൻ KK മുബാറക്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലിം, ബുഷറ ലതീഫ്, പ്രസന്ന രണദിവെ, കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ്, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ സാജിദ സലാം, നഗരസഭാ സെക്രട്ടറി MS ആകാശ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. തൊഴിലന്വേഷകർക്ക് അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലികൾ കണ്ടെത്താനും തൊഴിൽ ദാതാക്കൾക്ക് അനുയോജ്യമായ ജീവനക്കാരെ തെരഞ്ഞെടുക്കാനും ജോബ് സ്റ്റേഷൻ സഹായമാകും. കടവല്ലൂർ തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി രൂപീകരിച്ചു. BFAC ചെയർമാൻ M. ബാലാജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ ബാങ്ക് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ, CDS മെമ്പർമാർ, പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിക്കും പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനും ഊന്നൽ നൽകി ചൂണ്ടൽ പഞ്ചായത്തിൽ ബജറ്റ്. 45,59,266 രൂപ വരവും 44,25,62,500 രൂപ ചെലവും 80,96,766 രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് PT ജോസ് അവതരിപ്പിച്ചത്. ചൂണ്ടൽ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന 2025-26 വർഷത്തെ ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് ബജറ്റിന്റെ ആമുഖ പ്രസംഗം നടത്തിയതിനെ തുടർന്നാണ് വൈസ് പ്രസിഡന്റ് PT ജോസ് ഭരണസമിതിയുടെ അവസാന ബജറ്റ് അവതരിപ്പിച്ചത്. ലൈഫ് അപേക്ഷകളിൽ സ്ഥലമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബജറ്റ് ലക്ഷ്യം വെക്കുന്നുണ്ട്. സ്വന്തമായി സ്ഥലം ഇല്ലാത്തവർക്ക് ഭൂമി വാങ്ങിക്കാനുള്ള ഫണ്ടും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മണലി മിച്ചഭൂമി ഏറ്റെടുത്ത് ഭൂമി വീതിച്ച് നൽകുന്നതിനും നടപടിയുണ്ടാകും. സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ഉൾപ്പെടെ 10 കോടി ചെലവിൽ അത്യാധുനിക സൗകര്യത്തോടെ പുതിയ പഞ്ചായത്ത് ഓഫീസ് നിർമ്മിക്കുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. മാലിന്യ ശുചിത്വത്തിനൊപ്പം നീന്തൽ പരിശീലനം, യോഗ പരിശീലനം, ഓപ്പൺ ജിം, ലഹരി മാഫിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് കൂടി ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. റോഡ്, കെട്ടിടം നിർമ്മാണ പ്രവൃത്തികൾക്കായി 2,63,74,000 രൂപയും ദാരിദ്ര്യ ലഘൂകരണ സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി 3,41,91,000 രൂപയും സ്ത്രീ ശാക്തീകരണം, വനിതാ വികസനം എന്നിവയ്ക്കായി 26,66,160 രൂപ, പാലിയേറ്റീവ് കെയർ, വയോജന സംരക്ഷണം, അഗതികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, അംഗൻവാടി പോഷകാഹാരം, അങ്കണവാടി നിർമ്മാണം എന്നിവയ്ക്കായി 1,11,41,080 രൂപ, ആരോഗ്യമേഖലയിൽ 30,64,000 രൂപ, വിദ്യാഭ്യാസം, സംസ്കാരം, യുവജനക്ഷേമം എന്നിവയ്ക്ക് 3,56,00,000 രൂപയും കുടിവെള്ളം, മാലിന്യ സംസ്കരണം, ശുചിത്വം എന്നിവയ്ക്കായി 1,25,00,000 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വികസനത്തിനായി 28,47,940 രൂപയും മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്കായി 19,73,700 രൂപയും കാർഷിക മേഖലയ്ക്ക് 42,10,000 രൂപയും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ
2,50,00,000 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരണ യോഗത്തിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് ഷാഫി, ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ഹസനുൽ ബന്ന, ജൂലറ്റ് ബിനു, പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണ യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. UDF അംഗങ്ങളായ ആന്റോ പോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, നജുല സിറാജുദ്ദീൻ എന്നിവരാണ് യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. ബജറ്റ് അവതരണ സമയത്ത് ബജറ്റിന്റെ കോപ്പി ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ തയ്യാറാകാത്ത ഭരണപക്ഷ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. ആമുഖ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ തികച്ചും നീതിയുക്തമല്ല എന്നും ബജറ്റിന്റെ കോപ്പി നൽകാതെ ബജറ്റ് അവതരിപ്പിക്കുന്നത് അംഗങ്ങളുടെ അവകാശങ്ങളിൽ മേലുള്ള കടന്നുകയറ്റമാണെന്നും ബജറ്റിലെ കണക്ക് തെറ്റായി രേഖപ്പെടുത്തിയതിനാലാകാം കോപ്പി നൽകാത്തതെന്നും പ്രതിപക്ഷാംഗം ആന്റോ പോൾ പറഞ്ഞു. ബജറ്റ് കോപ്പി നൽകാത്ത ഭരണപക്ഷത്തിന്റെ ധിക്കാരപൂർവമായ നടപടിക്കെതിരെ UDF ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിക്കുമെന്നും ഇവർ അറിയിച്ചു. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിൻ്റെ പകർപ്പ് എല്ലാ മെമ്പർമാർക്കും ഒപ്പം കൊടുക്കേണ്ടതാണ്. അത് ചോദ്യം ചെയ്തപ്പോൾ അതൊക്കെ പൂമ്പ് കിട്ടും, അത് മതി എന്ന് പറയുന്ന ധാർഷ്ട്യം, ഈ ധാർഷ്ട്യം ഒരു കാരണവശാലും ഞങ്ങൾ സഹിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ല. ഇവിടെ നടക്കുന്ന അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിൻ്റെ മകുടമായ ഉദാഹരണമാണ് ഇത്തരം ഒളിച്ചുകളികൾ. എല്ലാ വർഷവും പഞ്ചായത്ത് കെട്ടിടം കിപ്പാവും, അടുത്ത വർഷം നമുക്ക് സുഖമാവും എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അതിനൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല. ഈ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ അഴിമതിയാണ്. ഏത് അഴിമതി എന്ന് വരും ദിവസങ്ങളിൽ ഇവിടെ പ്രദർശിപ്പിക്കാം. കള്ളന് കൂട്ടുനിൽക്കുന്ന ഒരു സംവിധാനമായി മാറുക, സാധാരണക്കാർ ജനങ്ങളിൽ നിന്ന് 50 രൂപ പിരിച്ച് അതിൻ്റെ കണക്കുകളിൽ അഴിമതി നടത്തുന്നു. ആ അഴിമതി പിടിച്ചപ്പോൾ അവരെ പൊന്നിട്ട് പൂജിപ്പിക്കുന്നു. ഈ രീതിയിലേക്ക് തുടർന്നുള്ള ഭരണത്തോട് ഒരു കാരണവശാലും ചൂണ്ടൽ പഞ്ചായത്ത് ജനത കൂട്ടുനിൽക്കില്ല, അവർക്ക് മാപ്പില്ല. രാസലഹരിയും കഞ്ചാവുമായി കൈപ്പറമ്പിൽ നിന്നും യുവാവിനെ എക്സൈസ് സംഘം പിടികൂടി. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയെ തുടർന്നാണ് കൈപ്പറമ്പ് ആറംപുള്ളി തലക്കോട്ടൂർ വീട്ടിൽ എബിൻ ബാബുവിനെ ജില്ലാ എക്സൈസ് സംഘം സാഹസികമായി പിടികൂടിയത്. കൈപ്പറമ്പ് മുണ്ടൂർ കേച്ചേരി മേഖലയിൽ രാസലഹരിയും കഞ്ചാവും വിൽപ്പന നടത്തുന്നതിനിടയിലാണ് യുവാവ് ജില്ലാ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്റലിജൻസ് ടീം കഴിഞ്ഞ ഒരാഴ്ചയായി നടത്തിയ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എബിൻ ബാബുവിനെ 3.616 ഗ്രാം മെത്താഫിറ്റമിൽ, 92 ഗ്രാം കഞ്ചാവ് എന്നിവയും സഞ്ചരിച്ച സ്കൂട്ടറും സഹിതമാണ് കോലഴി എക്സൈസ് ഇൻസ്പെക്ടർ KV നിതിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ തൃശൂർ ഇന്റലിജൻസ് ടീമിനൊപ്പം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AC ജോസഫ്, MM മനോജ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ MS ദിദേശ് കുമാർ, ഷേഖ് അഹദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ K ശരത്ത്, അനിൽ രാജ് എന്നിവരും ഉണ്ടായിരുന്നു. മേഖലയിൽ കൂടുതൽ പേർ നിരീക്ഷണത്തിലാണെന്നും വരും ദിവസങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കുമെന്നും തൃശൂർ എക്സൈസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സമാധാനത്തിന്റെ കൈമുദ്ര പതിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് കാട്ടകമ്പാൽ മണ്ഡലം പ്രസിഡന്റ് MS ശ്രാവൺ അധ്യക്ഷത വഹിച്ച ചടങ്ങ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പിലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കുന്നംകുളം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് K ജയശങ്കർ, മണ്ഡലം പ്രസിഡന്റ് MM അലി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ നദീർ പെരുന്തുരുത്തി, ബാസിൽ പെരുന്തുരുത്തി, റിയാസ് മാമ്പുള്ളി, ആഷിഖ് കോട്ടോൽ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി ഞായറാഴ്ച കിക്ക് ഓഫ് മത്സരം നടക്കും. രക്താർബുദം ബാധിച്ച +2 വിദ്യാർത്ഥി ദിൽ രഹാനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ സുമനസ്സുകൾ കനിയണം. നാട്ടുകാർ ചേർന്ന് ചികിത്സാ സഹായ സമിതിക്കും രൂപം നൽകിയിട്ടുണ്ട്. മുതുവട്ടൂർ സ്വദേശി അത്തിക്കോട്ട് ദിഷീബിന്റെ മകനും ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥിയുമായ ദിൽ രഹാൻ കഴിഞ്ഞ 6 വർഷമായി രക്താർബുദം ബാധിച്ച തിരുവനന്തപുരം RCCയിൽ ചികിത്സയിലാണ്. ഇപ്പോൾ രോഗാവസ്ഥ മൂർച്ഛിച്ചതിനെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിൽ കാർഡ് തെറാപ്പി ചികിത്സ അനിവാര്യമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിനായി 43 ലക്ഷം രൂപ ചിലവ് വരും. ഭാരിച്ച ചികിത്സാ ചെലവ് വഹിക്കാൻ ഓട്ടോ ഡ്രൈവറായ ദിഷീബിന്റെ കുടുംബത്തിന് കഴിയില്ല. എത്രയും പെട്ടെന്ന് കാർഡ് തെറാപ്പി ചെയ്യുവാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നിലവിൽ ആഴ്ചയിലൊരിക്കൽ RCCയിലെത്തി ഇഞ്ചക്ഷൻ നൽകുന്നതിന് തന്നെ വലിയ ചിലവ് വരുന്നുണ്ട്.
കരകൗശല നിർമ്മാണത്തിലും ചെണ്ടമേളത്തിലും മിടുക്കനായ ദിൽരഹാന്റെ ദയനീയ അവസ്ഥയിൽ പകച്ചു നിൽക്കുകയാണ് കുടുംബം. നമ്മള് RCC-ലാണ് 6 വർഷമായിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട്. 3 ടൈമായിട്ട് അവന് റിപ്പീറ്റ് അസുഖം തിരിച്ചു വന്നു. 3 ടൈമിൽ പിന്നെയാണ് അവര് ഈ അമൃത ഹോസ്പിറ്റലിലത്തെ സജഷൻ ആക്കിയത് ഈ കാർട്ടി എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റിലേക്ക് റെഫർ ചെയ്തത്. അതിന് 43 ലക്ഷം രൂപയുടെ ചിലവാണ് വരുന്നത്. അവന് കണ്ണെന്ന് പറഞ്ഞാൽ അവൻ്റെ കണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെടും. കണ്ണ് മാറുന്നു, പിന്നെ പനി വരും, അപ്പോൾ ശരീരം വേദന വന്നു തുടങ്ങി. നമ്മളിപ്പോ ഈ അസുഖം 2-3 ടൈമിൽ വന്നപ്പോ ഈ അസുഖം അന്ന് കണ്ണിന് മാത്രം പ്രശ്നം. കണ്ണിന്റെ കാഴ്ചകൾ 2ആയിട്ട് കാണുക നമ്മളെ, പിന്നെ കണ്ണ് മങ്ങി വരിക, കാഴ്ച അല്ലാണ്ടുള്ള ഇവന് എവിടെ പഠിക്കുന്ന? ചാവക്കാട് ഗവൺമെന്റ് സ്കൂളിൽ. ക്ലാസ്സിൽ പോക്ക് ഉണ്ടോ? ക്ലാസ്സിൽ പോയായിരുന്നു. ഇപ്പൊ പരീക്ഷ എഴുതുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയില്ല, പ്രാവശ്യം പരീക്ഷ എഴുതുന്നുണ്ട്. ഇവരെ സഹായിക്കാൻ വേണ്ടിയാണ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചെയർമാനായും പ്രതിപക്ഷ നേതാവ് KV സത്താർ കൺവീനറായും കൌൺസിലർ അക്ബർ കോനോത്ത് ട്രഷററായും ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത്. ഇതിനായി ഗുരുവായൂർ ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ടും GPay സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. കനിവ് വറ്റാത്തവർ ഈ വിദ്യാർത്ഥിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അകമഴിഞ്ഞ് പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും ചികിത്സാ സഹായ സമിതിയും. എരുമപ്പെട്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഉത്രം മഹോത്സവം ആഘോഷിച്ചു. പുലർച്ചെ 5:30 ഗണപതി ഹോമം, ഗണപതിക്ക് വിശേഷാൽ പൂജകൾ, ശാസ്താവിന് പൂജകൾ, അഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് വൈകിട്ട് നടക്കൽപ്പറ, ദീപാരാധന, ചുറ്റുവിളക്ക് എന്നിവയും നടന്നു. രാത്രി വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പറയവേല, തിറയാട്ടം, തെയ്യം, ശിങ്കാരിമേളം, കരിങ്കാളി എന്നിവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കാട്ടക്കാമ്പാൽ പഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ ബിന്ദു മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ MS മണികണ്ഠൻ, പ്രദീപ് കൂനത്ത്, രാജി സോമൻ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭയുടെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടുവാനുള്ള തീരുമാനവുമായി കൗൺസിൽ യോഗം. വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് യോഗം അംഗീകാരം നൽകി. മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് 2,02,48,610 രൂപയുടെ വിവിധ ടെൻഡറുകൾക്ക് കൗൺസിലിൽ അംഗീകാരം നൽകി. ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ 1,47,00,000, മൊബൈൽ FSTP 45,48,610, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നഗരസഭയുടെ വിവിധ സ്ഥലങ്ങളിൽ നാപ്കിന് ഇൻസിനറേറ്ററുകൾ 10 ലക്ഷം എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിനായി മുതുവട്ടൂരിലെ ബാലാമണിയമ്മ സ്മാരക മന്ദിരത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സഹായകരമാകുന്ന വിധത്തിൽ ജോബ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിന് തീരുമാനമായി. വിദേശത്ത് തൊഴിൽ തേടി പോകുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കൾക്ക് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം 6,67,000 രൂപയുടെ ധനസഹായം നൽകുന്നതിനുള്ള 6 പേരുടെ ഗുണഭോക്തൃ ലിസ്റ്റിനും അംഗീകാരം നൽകി. കൂടാതെ മിശ്രവിവാഹ ധനസഹായം 1,50,000 ലക്ഷം രൂപ, വൈജ്ഞാനിക തൃശൂർ 4 ലക്ഷം തുടങ്ങിയ വിവിധ പദ്ധതികളുടെ അഡീഷണൽ ഗുണഭോക്തൃ ലിസ്റ്റിനും കൗൺസിൽ അംഗീകാരം നൽകി. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ CDS അയൽക്കൂട്ടങ്ങൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വായ്പാ വിതരണവും നടന്നു. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിനി പ്രേമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ പ്രിയ സജീഷ്, PM സുരേഷ്, T സോമശേഖരൻ, PK ഷബീർ, സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ ചേലക്കര ഓഫീസ് മാനേജർ പ്രീതിമോൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. എക്സൈസ് ഓഫീസർ V സോന വിഷ്ണു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 16 അയൽക്കൂട്ടങ്ങൾക്ക് 1,62,30,900 രൂപ സീതാ രവീന്ദ്രൻ വിതരണം ചെയ്തു. CDS ചെയർപേഴ്സൺ ഷിജി നികേഷ് സ്വാഗതവും മെമ്പർ സെക്രട്ടറി PB ബിനു നന്ദിയും പറഞ്ഞു. രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. അഗതിയൂർ ദേവീവിലാസം LP സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ലഹരിയുടെ ലോകം സാമൂഹ്യവിരുദ്ധതയുടെ വിളനിലം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ നടന്നു.
തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ KG രാധാകൃഷ്ണൻ ക്ലാസിന് നേതൃത്വം നൽകി. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ കൃത്യമായ പാരന്റിംഗ് ഇല്ലാത്തതാണ് കുട്ടികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതെന്ന് ഡോക്ടർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കുട്ടികളെ നിയന്ത്രിക്കേണ്ടതിന് മാതാപിതാക്കൾക്കൊപ്പം സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ളവരുടെ ഇടപെടലും അനിവാര്യമാണ്. നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം പ്രവണതകളെ ചെറുക്കാൻ കഴിയൂവെന്നും ഡോക്ടർ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. പക്ഷേ അവരുടെ ഇമോഷണൽ ബിഹേവിയറൽ ആക്ടിവേഷൻസ് അല്ലെങ്കിൽ ബിഹേവിയറൽ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. എവിടെയാണ് വളർച്ചയുടെ പീരീഡിൽ നമ്മളിപ്പോൾ പാരന്റിങ് എന്നുള്ള ഒരു സംഗതിയുടെ ക്ലാസ് എടുത്തതിൻ്റെ ഒരു മുഖ്യ കാരണം ഇതാണ്. വളർച്ചയുടെ പീരീഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു. കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ അതിന് എന്താ പ്രധാനപ്പെട്ട പരിഹാരം എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം പാരന്റിംഗ് ആണ്. ലോകത്തെല്ലായിടത്തും ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ എന്തുകൊണ്ട് ഇത് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ അച്ഛൻ അമ്മയാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ല. അത് ചെയ്യാൻ പറ്റുന്ന ആളുടെ പണി ചെയ്താൽ മതി എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചത്. അതാണ് അതിൽ വന്നൊരു മാറ്റം. പരിഷത്ത് മേഖലാ പ്രസിഡന്റ് A. ജയകൃഷ്ണൻ അധ്യക്ഷനായി. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ, കൺവീനർ T. K. ബാലൻ, മേഖലാ സെക്രട്ടറി T. A. പ്രേമരാജൻ എന്നിവർ സംസാരിച്ചു. ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ രജിസ്ട്രേഷൻ രാവിലെ 9:30 ആരംഭിക്കും. ഒടുവിൽ പഴഞ്ഞി കൈതവളപ്പ് റോഡ് ടാറിംഗ് നടത്തി. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി മെറ്റലും കോറിപ്പൊടിയുമിട്ട് ഉയർത്തിയ റോഡിൽ ടാറിംഗ് നടത്താത്തത് മൂലം യാത്രക്കാർ വലയുന്നത് CCTV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ റോഡ് ടാറിംഗ് നടത്തിയത്. മഴക്കാലത്ത് കൈതവളപ്പ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. കാനയില്ലാത്തതിനാൽ വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നത് പതിവായിരുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 6 മാസം മുമ്പ് മെറ്റലും കോറിപ്പൊടിയുമിട്ട് റോഡ് ഉയർത്തി. എന്നാൽ ടാറിംഗ് നടത്താത്തത് മൂലം ഈ വഴിയിലൂടെയുള്ള ഗതാഗതം ദുരിതമായിരുന്നു. ഒടുവിൽ റോഡ് ടാറിംഗ് നടത്തിയതോടെ നാട്ടുകാർക്ക് ആശ്വാസമായി. കടങ്ങോട് പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന പുതിയ മാത്തൂർ പാടശേഖരത്തിലേക്കുള്ള നീർച്ചാൽ സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതിനെതിരെ പ്രതിഷേധം. LDF പഞ്ചായത്ത് സമിതി ഇതിന് കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. പുതിയ മാത്തൂർ പാടശേഖര കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന സ്ഥലത്തെ നീർച്ചാൽ സ്വകാര്യ വ്യക്തിയുടെ നിലത്തിനോട് ചേർന്നാണ് കിടക്കുന്നത്. മഴക്കാലത്ത് പാടശേഖരത്തിലേക്ക് വെള്ളം ഒഴുകിയിരുന്ന കൽക്കഴ എന്ന പേരിൽ അറിയപ്പെടുന്ന നീർച്ചാൽ സ്വകാര്യ വ്യക്തി വലിയ രീതിയിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന നീർച്ചാൽ പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും മൗനാനുമതിയോടെയാണ് നികത്തുന്നതെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം ആരോപിച്ചു. ഇത്തരത്തില് ഒരുപാട് നിലങ്ങള് നികത്തി അത് സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇവിടുത്തെ കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് ശക്തമായി പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അറിയിക്കുകയാണ്. കോൺഗ്രസിന്റെ പരാതി പ്രകാരം വില്ലേജ് കൃഷി ഓഫീസർമാർ സ്ഥലം സന്ദർശിച്ചു. നികത്തലിനെതിരെ നടപടി സ്വീകരിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള അനധികൃത പ്രവർത്തനങ്ങളും അഴിമതികളും കണ്ടില്ലെന്ന് നടിക്കുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു ചിറമനേങ്ങാട് അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കീഴിൽ ഇത്തരത്തിലുള്ളൊരു ഈ മണ്ണിട്ട് നികത്തുന്ന ഇത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയായിട്ടുള്ള ഈ ഒരു വാർഡിൽ നടക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെതിരായിട്ട് കണ്ണടച്ച ഒരു സമീപനമാണ് കാണുന്നത്. ഇത്തരത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നോട്ട് പോക്കെങ്കിൽ യൂത്ത് കോൺഗ്രസ് ഇതിനെതിരായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU ചാവക്കാട് ഏരിയ തല മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ബേബി നിർവഹിച്ചു. പ്രസിഡന്റ് യഹിയ അധ്യക്ഷത വഹിച്ചു. CITU ചാവക്കാട് ഏരിയ വൈസ് പ്രസിഡന്റ് TS ദാസൻ, CPM ലോക്കൽ സെക്രട്ടറി PS അശോകൻ എന്നിവർ സംസാരിച്ചു. ഇവന്റ് വർക്കേഴ്സ് യൂണിയൻ CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി KC സുനിൽ സ്വാഗതവും പ്രീജ ദേവദാസ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം പൊറക്കളയങ്ങാട് വട്ടിരിങ്ങൽക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം ഞായറാഴ്ച. CCTV പ്രാദേശികം ചാനലിലൂടെ ആഘോഷ കാഴ്ചകൾ തത്സമയം സംപ്രേഷണം ചെയ്യും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മാർച്ച് 8-ന് ഞായറാഴ്ച കൊടിയേറ്റവും 12-ന് ബുധനാഴ്ച കുന്നംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രഭാരവാഹികളും ഉത്സവാഘോഷ കമ്മിറ്റികളുടെയും സുരക്ഷാ ക്രമീകരണ യോഗവും നടന്നിരുന്നു. ശനിയാഴ്ച ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രം ഭാരവാഹികൾ ഫണ്ട് സമാഹരണം നടത്തി നിർമ്മിച്ച നടപ്പുര സമർപ്പണവും നടക്കൽ പറവെപ്പുമുണ്ടായി. രാത്രി പുനർജനി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനന്തരം എന്ന നാടകം അരങ്ങേറും. ഉത്സവ ദിവസമായ ഞായറാഴ്ച വിശേഷാൽ പൂജകൾക്കു ശേഷം രാവിലെ 9 മണി മുതൽ 11 മണി വരെ നടക്കൽപ്പറ,
വൈകിട്ട് 3 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. മനുസ്വാമി മഠം വിനായകൻ തിടമ്പേറ്റും. തുടർന്ന് വിവിധ ദേശപൂരാഘോഷങ്ങൾ, വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തിറ, ആനപ്പൂരം എന്നിവയുടെ എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. കേരളത്തിലെ പേരുകേട്ട 14 പരം ഗജവീരന്മാർ ആനപ്പൂരത്തിൽ അണിനിരക്കും. രാത്രി യുവപ്രമാണി ഗുരുവായൂർ അനിരുദ്ധൻ നയിക്കുന്ന 51 പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളവും ഉണ്ടായിരിക്കും. രാത്രി 12 മണിക്കു ശേഷം പള്ളിത്താലം വരവ് നടക്കും. തിങ്കളാഴ്ച പുലർച്ചെ പൂരം എഴുന്നള്ളിപ്പിനു ശേഷം രാവിലെ വടക്കുംവാതിൽക്കൽ ഗുരുതിക്കു ശേഷം നടയടക്കുന്നതോടെ ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ക്ഷേത്രം തന്ത്രി കീഴ്മണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, എടമനമനയ്ക്കൽ പരമേശ്വരൻ നമ്പൂതിരി, ക്ഷേത്രം പ്രസിഡന്റ് അനിൽ കണ്ടെങ്ങത്ത്, സെക്രട്ടറി ശ്രീജിൽ കണ്ടെങ്ങത്ത്, ട്രഷറർ രതീഷ് കാണിയത്ത് തുടങ്ങി മറ്റു ഭാരവാഹികളും ക്ഷേത്രം മാതൃസമിതി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകും. പൂരം തത്സമയം CCTV പ്രാദേശികം ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെയൊക്കെ ആയിട്ട് നടത്തിപ്പിന് വേണ്ടിയിട്ട് 21 പരം കമ്മിറ്റികൾ ഏറ്റെടുത്ത് ഉത്സവം അതിഗംഭീരമായി കൊണ്ടാടുന്നു. 35 വർഷത്തോളമായി ഉത്സവം ഇങ്ങനെ കേമായിട്ട് പുരോഗമനം വന്നുകൊണ്ടിരിക്കുകയാണ്. ആളില്ലാത്ത നേരത്തെ അതം വലിച്ചു പോകണ്ട എന്ന് വിചാരിച്ചിട്ട് നാട്ടിലെ ഒരു കൂട്ടായ്മ ആളുകൾ രംഗത്തിറങ്ങി ജാതി മത ഭേദമന്യേ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ കൂട്ടായ്മയോട് കൂടിയിട്ട് ക്ഷേത്രം ഏറ്റെടുത്ത് നടക്കുകയും ഇപ്പോൾ അതൊരു ഭരണാധികാരത്തോട് നിലനിന്ന് പോകുന്നതാണ്. 21 പരം മെമ്പേഴ്സിനെ വെച്ച് നിലനിന്ന് പോകുന്നു. കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നടപ്പാത ഉദ്ഘാടനം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതിയിൽ 2 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നടപ്പാത ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, വാർഡ് മെമ്പർ രമ്യ ഷാജി, PTA പ്രസിഡന്റ് ജസീന യൂസഫ്, OSA പ്രസിഡന്റ് ഷീജ വേണുഗോപാൽ, പ്രധാന അധ്യാപിക PM സാജിദ, സ്റ്റാഫ് സെക്രട്ടറി സ്വാതി മനോഹർ, OSA അംഗം MK ജോഷി, SSG അംഗം PK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് ശ്രീ മല്ലൻകുഴി മല്ലൻകാവിലെ ഇളനീരാട്ട മഹോത്സവം ഭക്തിസാന്ദ്രമായി. മല്ലൻകാവിലപ്പന്റെ ചൈതന്യവർദ്ധനവിനും നാടിന്റെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും വേണ്ടിയാണ് ഇളനീരാട്ട മഹോത്സവം നടത്തുന്നത്. കൈലാസനാഥനായ പരമശിവന്റെ തൃപ്പാദം പതിഞ്ഞ സ്ഥലമാണ് മല്ലൻകുഴിയെന്നാണ് വിശ്വാസം. ശിവന്റെ കാട്ടാളരൂപമാണ് മല്ലൻകാവിൽ കുടികൊള്ളുന്നത്. മേൽപ്പുരയില്ലാത്ത കാവിലാണ് മല്ലൻകാവിലപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പുലർച്ചെ 5:30 നട തുറന്നു. തുടർന്ന് അഭിഷേകം, ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, തന്ത്രിപൂജ എന്നിവ നടന്നു. തുടർന്ന് ശരണമന്ത്രാഘോഷത്തോടുകൂടി ഇളനീർ അഭിഷേകമുണ്ടായി. തന്ത്രി താമറ്റൂർ മനയ്ക്കൽ നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി കൈതക്കോട്ട് മനയ്ക്കൽ നാരായണൻ ഭട്ടതിരിപ്പാടും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പഞ്ചവാദ്യം, വേല എന്നിവയും ഉണ്ടായിരുന്നു. പുനരുദ്ധാരണ കമ്മിറ്റി പ്രസിഡന്റ് KG സുധാകരൻ, സെക്രട്ടറി പുതൂർ ബാലകൃഷ്ണൻ, ഗജാൻജി സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. മല്ലൻകാവിനെ സംബന്ധിച്ച് ഇവിടെ 2014 ഫെബ്രുവരി 9 ഇവിടെ പുനഃപ്രതിഷ്ഠ നടന്നത്. അതിനു മുന്നേ ഇവിടെ ഒരു തറയും മല്ലിൻ്റെ ഒരു പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നു. ഭഗവാനെ ദർശിക്കാൻ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധിയായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇവിടുത്തെ റോഡാണ്. ഈ റോഡ് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഭക്തജനങ്ങൾ ഓരോ മാസം കുറഞ്ഞു വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി വരുന്നത്. മലയാള മാസം 1-ാം തീയതിയാണ് ഇവിടുത്തെ പൂജ. അപ്പോൾ അതിനോടനുബന്ധിച്ച് മീനമാസം 1-ാം തീയതിയാണ് ഇവിടെ ഉത്സവം. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് ഇവിടെ ഇളനീർ അഭിഷേകം എന്ന് പറയുന്നത്. അത് ഇളനീർ അഭിഷേകം കഴിക്കാൻ വേണ്ടി ഇവിടെ അന്യ ജില്ലകളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. പോർക്കുളം പഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും നടത്തി. പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി അരികെ എന്ന പേരിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മ വേണുഗോപാൽ മുഖ്യാതിഥിയായി. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് PV ശോഭന പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിന്ധു ബാലൻ, ശാരിക സുനിൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ KR പ്രേംരാജ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാർ, ആശാപ്രവർത്തകർ, പാലിയേറ്റീവ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലിയേറ്റീവ് രോഗികൾക്കുള്ള കിറ്റ് വിതരണവും പാലിയേറ്റീവ് നഴ്സ് അജിതയെ ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ നിർവഹിച്ചു. തുടർന്ന് കലാപരിപാടികളും ഉണ്ടായിരുന്നു. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൽ പെരുമ്പിലാവ് മസ്ജിദ് നൂറിൽ ഒരുക്കിയ സമൂഹ നോമ്പുതുറ തമിഴ് തൊഴിലാളികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി.
കഴിഞ്ഞ ദിവസം പെരുമ്പിലാവ് മോഡേൺ നഗറിലെ മസ്ജിദ് ഉന്നൂറിലെ നമസ്കാര പള്ളിയിലാണ് 200ഓളം പേർക്കായി പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ ഒരുക്കിയത്. നാട്ടുകാർക്കൊപ്പം തുണി കച്ചവടക്കാരായ 100ൽ പരം തമിഴ് തൊഴിലാളികളും സമൂഹ നോമ്പുതുറയിൽ പങ്കെടുത്തു. ഗുലാം സുൽ ഇഫ്താർ സന്ദേശം നൽകി. നൂർ മസ്ജിദ് പ്രസിഡന്റ് MA കമറുദ്ദീൻ, ട്രഷറർ MN സലാഹുദ്ദീൻ, മസ്ജിദ് റഹ്മ സെക്രട്ടറി ഷഹീർ മുഹമ്മദ്, മുഹമ്മദ് ഹനീഫ M, ദിവാൻ ഒലി, പീർ മുഹമ്മദ് നസീർ തേനി, ഷക്കൂർ ഹൈദ്രോസ് അഹമ്മദുണ്ണി, അബൂബക്കർ ചിറയിൻകാട് തുടങ്ങിയവർ പങ്കെടുത്തു. മഗ്രിബ് നമസ്കാര പ്രാർത്ഥനയ്ക്ക് അബ്ദുറഹ്മാൻ മൗലവി നേതൃത്വം നൽകി. നോമ്പുതുറയ്ക്ക് ശേഷം ഒരുക്കിയ അത്താഴവും കഴിച്ചാണ് വിശ്വാസികൾ പിരിഞ്ഞത്. ചാവക്കാട് നഗരസഭയിലെ തിരുവത്ര GMLP സ്കൂൾ ഹൈടെക് ആകുന്നു. 1,30 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം NK അക്ബർ MLA ഞായറാഴ്ച നിർവഹിക്കും. ശതാബ്ദി ആഘോഷത്തിന്റെ നെറുകയിലെത്തി നിൽക്കുന്ന തിരുവത്ര ഗവൺമെന്റ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂൾ എന്ന കുഞ്ചേരി സ്കൂളിൽ ആധുനിക രീതിയിലുള്ള പുതിയ സ്കൂൾ കെട്ടിടം യാഥാർത്ഥ്യമാവുകയാണ്. 1928ലാണ് മത്രംകോട്ട് അച്യുത വൈദ്യർ തിരുവത്ര കുഞ്ചേരിയിൽ സ്വന്തം സ്ഥലത്ത് സ്കൂൾ സ്ഥാപിക്കുന്നത്. 1961 മുതൽ സ്കൂൾ ലോവർ പ്രൈമറി സ്കൂളായി മാറി. പഴയ ഓടുമേഞ്ഞ കെട്ടിടത്തിൽ നിന്നും മാറി സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തിരുവത്ര GMLP സ്കൂൾ ഹൈടെക് ആവുന്നത്. സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നെടുംതൂണായ കിഫ്ബി മുഖേനയാണ് 1,30 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. MLAയുടെ ആവശ്യപ്രകാരമാണ് ധനവകുപ്പ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി നൽകിയത്. സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായ കില കിഫ്ബിക്കാണ് സ്കൂളിന്റെ നിർവഹണ ചുമതല. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിക്കും. വൈസ് ചെയർമാൻ KK മുബാറക്, വാർഡ് കൌൺസിലറും പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PJ സ്മിത, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ജയശ്രീ, നഗരസഭാ കൌൺസിലർമാർ, വിദ്യാഭ്യാസ വകുപ്പിലെയും തദ്ദേശ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുക്കും. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിച്ച ഒറാക്കിൾ സെന്റർ ഓഫ് എക്സലൻസ് ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടത്തി. ഒറാക്കിൾ അക്കാദമി സൗത്ത് ഏഷ്യ മേധാവി അനുരാധ ശർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു. ഒറാക്കിൾ പ്രോഗ്രാം മാനേജർ നീമ സനീഷ്, വിദ്യ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ, അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ PN ഉണ്ണിരാജൻ IPS, ട്രെയിനിംഗ് ആൻഡ് പ്ലേസ്മെന്റ് ഹെഡ് ചാക്കോള പോൾ ജോണി, വിദ്യാ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിത C, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജയ് KR എന്നിവർ സംസാരിച്ചു. ഉന്നത പഠനത്തിനും ഗവേഷണത്തിനും വിദ്യാർത്ഥികൾക്ക് വഴിതെളിയിക്കുന്നതാണ് പദ്ധതി. ഈ സെന്റർ ഡാറ്റാബേസുകൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ പ്രായോഗിക പരിചയം നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഒറാക്കിൾ പഠന സ്രോതസ്സുകളും സോഫ്റ്റ്വെയർ സേവനങ്ങളും വിദ്യാർത്ഥികൾക്ക് പരമാവധി ഉപയോഗിക്കാം. എരുമപ്പെട്ടി സമസ്ത കേരള മത വിദ്യാഭ്യാസ ബോർഡ് 7ാം ക്ലാസ് പൊതുപരീക്ഷയിൽ എരുമപ്പെട്ടി മദ്രസത്തുൽ നൂറാനിയയിലെ വിദ്യാർത്ഥിനി ഫിദ ഫാത്തിമ ഡിസ്റ്റിങ്ഷൻ നേടി. എരുമപ്പെട്ടി പള്ളിപ്പുറത്ത് വളപ്പിൽ കബീർ ആരിഫ ദമ്പതികളുടെ മകളാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,220 രൂപ, പവന് 65,760 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 110 രൂപ. ചരമം കുന്നംകുളം ചെറുവത്താണി ആക്കലക്കുന്ന് തെക്കേപ്പുറത്ത് വീട്ടിൽ ദേവയാനി നിര്യാതയായി 69 വയസ്സായിരുന്നു. പരേതനായ വാദ്യകലാകാരൻ TK കുഞ്ഞുമോൻ ഭർത്താവാണ്. അരുൺ മകനാണ്. സംസ്കാരം കുന്നംകുളം വാതക ശ്മശാനത്തിൽ നടന്നു. മരത്തംകോട് കിടങ്ങൂർ PSP മേപ്പറമ്പത്ത് പരേതനായ കുമാരൻ ഭാര്യ അമ്മിണി നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഉഷ, പുഷ്പ, സുരേഷ്, സതീശൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ പുതിയ മേൽശാന്തിയായി മലപ്പുറം മുതൂർ കൗപ്രമാറത്ത് മനയിൽ KM അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഏപ്രിൽ 1 മുതൽ അടുത്ത 6 മാസത്തേക്കാണ് നിയമനം. കുന്നംകുളം നഗരസഭയ്ക്ക് മൊബൈൽ ദ്രവമാലിന്യ സംസ്കരണ യൂണിറ്റ് വാങ്ങുന്നത് സംബന്ധിച്ച അജണ്ടയിൽ കൗൺസിൽ യോഗത്തിൽ ബഹളം. കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് പകുതി തുക മുൻകൂറായി നൽകുന്നത് സംബന്ധിച്ച അജണ്ട വോട്ടിനിട്ട് അംഗീകരിച്ചു.
താലൂക്ക് സർവേയിൽ പുന്നയൂർക്കുളം ഉപ്പുങ്ങലിൽ 5.5 ഏക്കർ തണ്ണീർത്തടം കയ്യേറിയതായി കണ്ടെത്തി. ടൂറിസം പദ്ധതിക്കായി പഞ്ചായത്ത് നിശ്ചയിച്ച സ്ഥലം സ്വകാര്യ വ്യക്തിയുടേതല്ലെന്നും അളവെടുപ്പിലൂടെ തെളിഞ്ഞു. പുന്നയൂർക്കുളം പഞ്ചായത്തിലെ AEO നാക്കോല റോഡ് BMBC പ്രവൃത്തി ഏപ്രിൽ 30-നകം പൂർത്തീകരിക്കും. ചാവക്കാട് PWD റെസ്റ്റ് ഹൌസിൽ NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. മറ്റും ഇടത്തര വീട്ടിൽ പരേതനായ വേലു ഭാര്യ അമ്മിണിയുടെ 3ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതയുടെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.